ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചമ്മന്തിരിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. സച്ചിയുടെയും രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. സച്ചി രേവതിയും കൂടിയിട്ട് സംസാരിക്കുന്ന ചന്ദ്ര ഒളിഞ്ഞു നിന്ന് കേൾക്കണുണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞത് എങ്ങനെ രേവതി സച്ചിയോട് പറയുമോ എന്നുള്ള ടെൻഷനിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. അത് രേവതി കാണുന്നതും രേവതി പിന്നെ ചന്ദ്രയോട് പറയേണ്ട, ഒരിക്കലും കുടുംബത്തിന് ആപത്ത് വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അമ്മയ്ക്ക് ഞങ്ങളാരും ഇഷ്ടമല്ല, പക്ഷേ എനിക്കങ്ങനെ കരുതാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കരുതണം എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് അടിച്ചിട്ടാണ് രേവതി പോണത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു രേവതി കുളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സച്ചി വരികയാണ്. സച്ചി വരുമ്പോൾ സച്ചിയായിട്ട് അങ്ങ് പറയാണ് പൂജാ റൂമിലേക്ക്. അപ്പോൾ എന്താ രേവതി വയ്ക്കുമ്പോൾ വന്ന് പ്രാർത്ഥിക്കുന്നു പറയണം. പ്രാർത്ഥിച്ചിട്ട് സച്ചിയോട് പറയുകയാണ്. സച്ചി ചോദിക്കുകയാണ്, എന്താ രേവതി നീ പ്രാർത്ഥിച്ചേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാലം സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ, സച്ചിയേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഇനിയുള്ള ജന്മം സച്ചിയേട്ടനെ പോലെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടണമെന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചു വന്നപ്പോൾ രേവതി നീ നന്നായി സംസാരിക്കാൻ പഠിച്ചു പറയണം. പിന്നെ ഞാൻ സംസാരിക്കാൻ പഠിക്കാതിരിക്കുക, നിങ്ങളുടെ കൂടെയല്ലേ കൂട്ടെന്നൊക്കെ പറയുകയാണ് രേവതി സച്ചിയോട്. അത് കഴിഞ്ഞ് സച്ചി പുറത്തേക്ക് വന്നിട്ട് ഹാളിൽ വന്നിട്ട് അച്ഛനോട് പറയണം, അച്ഛൻ അമ്മേനെയൊക്കെ വിളിക്കുകയെന്ന് പറയണം. അപ്പോൾ എന്ത് വയ്ക്കുമ്പോൾ വിളിക്കുക അച്ഛാന്ന് പറയണം. അങ്ങനെ രണ്ടുപേർക്കും വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് പറയാണ് രവീന്ദ്രൻ. അപ്പോൾ പറയണം അച്ഛൻ അമ്മേനൊന്ന് വിളിക്കുക പറയണം. അങ്ങനെ രവീന്ദ്രൻ ചന്ദ്ര എവിടെ വാ, അതാ സച്ചി വിളിക്കണമെന്ന് പറയണം. അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് ചന്ദ്ര വരികയാണ് ഹാളിലേക്ക്. ചന്ദ്ര വന്ന സമയത്ത് പെട്ടെന്ന് രവി വിളിച്ചിട്ടൊരു മാസം എൻട്രി. ആരാന്നറിയോ? വേറെ ആരുമില്ല, രവീന്ദ്രൻ്റെ അമ്മ, അതായത് സച്ചിയുടെ അച്ഛമ്മ വന്ന സന്തോഷത്തിൽ സച്ചി ഓടി വന്ന് അച്ഛമ്മേനെ വട്ടം കറക്കണം. അയ്യോ അച്ഛമ്മ വന്നു, അച്ഛമ്മയെ വിളിച്ചിട്ട് സച്ചി വട്ടം കറക്കണം അച്ഛമ്മേൻ. അപ്പോൾ അച്ഛമ്മ പറയണം, എൻ്റെ സച്ചി ഇതാണ് എനിക്ക് പേടി, നീ പെട്ടെന്ന് ഓടി വന്ന് തന്നെ വട്ടം കറക്കും, ഞാൻ വീഴൂടാ സച്ചി എന്നൊക്കെ പറയാണ് അച്ഛമ്മ. എന്നിട്ട് അച്ഛമ്മയെ താഴ്ത്തിറക്കി എല്ലാവരെയും വിളിച്ച് സച്ചി രേവതിക്ക് മോതിരം അണിയിക്കുമ്പോൾ പറയാണ് അച്ഛമ്മയ്ക്ക് രേവതിക്കൊക്കെ സന്തോഷമാവാണ്. അപ്പോൾ രേവതി പറയാണ്, രേവതി നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയണേ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല സച്ചേട്ടാന്നൊക്കെ പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ് ചന്ദ്രയോട്, ചന്ദ്രേ നീ രവിയും കൂടിയിട്ട് രണ്ടുപേരെ അനുഗ്രഹിക്കുക പറയണം. അങ്ങനെ രണ്ടുപേരും അങ്ങനെ സച്ചിനെ രേവതിനെ അനുഗ്രഹിക്കാൻ പറയണം. അങ്ങനെ ചന്ദ്ര രവീന്ദ്രനോട് സച്ചിനെ രേവതിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ചന്ദ്രയോട് അപ്പോൾ അച്ഛമ്മ ചോദിക്കണേ, എന്താ ചന്ദ്ര നിനക്കൊരു തൃപ്തിയില്ലാത്ത അനുഗ്രഹിക്കില്ല എന്നൊക്കെ പറയാം. രേവതി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക പറയണം. അപ്പോൾ ചന്ദ്ര രേവതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ മുഖം വാടണ രണ്ടുപേരുണ്ട് അവിടെ, ശ്രുതിയും വർഷയ്ക്കൊക്കെ സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ വർഷ ശ്രീകാന്ത് വന്നിട്ട് ഹായ് അച്ഛമ്മ എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയും സർപ്രൈസ് വിസിറ്റായില്ല അച്ഛമ്മ എന്നൊക്കെ പറയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, മോതിരം കൊടുക്കലൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറയണം, സച്ചിൻ നീ ഇനി രേവതിയും കൂട്ടി രേവതിയുടെ വീട്ടിൽ പോയിട്ട് എന്ന് പറയണം. അപ്പോൾ അത് വേണം അച്ഛൻ ചോദിക്കണം. ആ വേണം പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിനെ രേവതിനെയും കൂടിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് വിടാണ്. എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയണം. ഈ സമയത്ത് രവീന്ദ്രൻ പറയണം അമ്മോട്, അമ്മ വായ നമുക്ക് കുറച്ച് നാട്ടുവിശേഷങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയാണ്. അത് കഴിഞ്ഞ് ശ്രുതിയും കൂടിയിട്ട് അവർക്ക് തീരെ പിടിച്ചിട്ടില്ല അച്ഛമ്മ വന്നൊന്നും. ശ്രുതിയും കൂട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് സ്വൈരം ഉണ്ടായില്ല അച്ഛമ്മ വന്ന കാരണം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് അച്ഛമ്മയുടെ വിളി വന്നു, ചന്ദ്രയെന്ന് വിളി വന്നു. അപ്പോൾ അമ്മ എന്താ ചോദിക്കാതെ, അമ്മ എന്താ പെട്ടെന്ന് പറയാതെ വന്ന് അമ്മ സാധാരണ വിളിച്ചിട്ടല്ലേ വരാറെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണം നിന്നോട് പറഞ്ഞിട്ട് വേണം എനിക്കിങ്ങോട്ട് വരാമെന്ന് ചോദിക്കുകയാണ് അച്ഛമ്മ. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ സച്ചി രേവതി ഇങ്ങനെ വണ്ടിയിൽ പോയിട്ട് രേവതിയുടെ വീടിന് മുമ്പിൽ എത്തണു. അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കണം, നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോയില്ല, നമ്മളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം പോവുള്ളൂ, അവിടെ വൈകുന്നേരം ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയ്യോ എനിക്ക് ട്രിപ്പൊക്കെ സച്ചിയേട്ടൻ ക്യാൻസൽ ചെയ്യണമെന്ന്, സച്ചിയേട്ടൻ എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയണം. അപ്പോൾ ശരത്ത് ഉണ്ടാവില്ല ഇവിടെ, എല്ലാവരും ഉണ്ടാവും. ശരത്ത് പുറത്ത് പോയി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ വേഗം വരും. സച്ചിയേട്ടൻ വേറെ ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് വേണ്ടി എല്ലാം മറന്നിട്ട് ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ അപ്പോൾ സച്ചി ചോദിക്കണം, രേവതി അന്നത്തെ മീൻകറി ഉണ്ടാവില്ല എവിടെ എന്നൊക്കെ ചോദിക്കണം. ഒക്കെ ഉണ്ടാവും വായ പറഞ്ഞിട്ട് സച്ചിനെയും കൂട്ടി രേവതി അകത്തേക്ക് കയറുമ്പോൾ ലക്ഷ്മി ദേവും കൂടി ഓടി വന്നിട്ട് സച്ചിയേട്ടാ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു നിനക്ക് മലയാളത്തിൽ പറഞ്ഞിട്ട് എന്തിനാ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ വിവാഹ വാർഷിക ആശംസകൾ എന്നൊക്കെ പറയാണ്. അപ്പോൾ താങ്ക് യു പറയുമ്പോൾ ഇപ്പോൾ സച്ചിയേട്ട ഇംഗ്ലീഷല്ലേ പറഞ്ഞു ചോദിക്കുമ്പോൾ അയ്യോ സോറി പറയാം. അപ്പോൾ ഇത് ഇംഗ്ലീഷാണ് പറയുമ്പോൾ രേവതി ചോദിക്കുക എന്തിനാ സച്ചിയേട്ട വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഹാപ്പി മൊമെൻറ്റിലാണ് ഇന്നത്തെ ചമ്മന്തിപ്പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥയായിട്ട് ഇഷ്ടമായ കൂട്ടുകാരുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. സ്നേഹപൂർവ്വം നിങ്ങളുടെ രേഖ. താങ്ക് യു.